മാറ്റുമുട്ടാണ് 1 ഇഞ്ചിൻ്റെ അടുത്തൊക്കെ പോയിട്ടുണ്ട്. തളർന്നുണ്ട് അതിൽ. അമരമ്പലം പഞ്ചായത്തിലെ വഴിമൂച്ചിക്കൽ നഗറിൽ വന്യജീവിയുടെ ആക്രമണത്തിൽ വീട്ടമ്മയ്ക്ക് തലയ്ക്ക് പരിക്കേറ്റു. 14-ാം വാർഡ് വഴിമൂച്ചിക്കൽ നഗർ സ്വദേശിനി ജാനകിക്കാണ് ആക്രമണത്തിൽ പരിക്കേറ്റത്. ഇന്ന് ഉച്ചയോടെയാണ് നാടിനെ നടുക്കിയ സംഭവം ഉണ്ടായത്. ഉടനെ തന്നെ അമരമ്പലം പഞ്ചായത്ത് പ്രസിഡന്റ് ഉൾപ്പെടെയുള്ള ജനപ്രതിനിധികളും നാട്ടുകാരും ചേർന്ന് ജാനകിയെ ഉടൻ തന്നെ നിലമ്പൂർ ഗവൺമെന്റ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. ഇവർ നിലവിൽ ചികിത്സയിലാണ്. ആക്രമണ വിവരം അറിഞ്ഞ ഉടൻ തന്നെ നിലമ്പൂർ സൗത്ത് DFO സ്ഥലത്തെത്തി സ്ഥിതിഗതികൾ വിലയിരുത്തി. പരിക്കേറ്റ ജാനകിയുടെ മൊഴിയുടെയും സാഹചര്യങ്ങളുടെയും അടിസ്ഥാനത്തിൽ വനം വകുപ്പ് പരിശോധന ശക്തമാക്കിയിട്ടുണ്ട്. ആക്രമണം നടത്തിയ ജീവി പൂക്കോട്ടുംപാടം ഉപ്പുവള്ളി ഭാഗത്തേക്ക് നീങ്ങിയതായി സംശയിക്കുന്നതിനാൽ വനപാലകർ ആ ഭാഗങ്ങളിൽ നിരീക്ഷണം തുടരുകയാണ്. ഏകദേശം ഒരു 2 മണിയായിട്ടുണ്ടാവും. വഴിമുച്ച് കോളനിയിലെ ജാനകി ആളെ അനിയൻ്റെ മകള് ആവശ്യന് കൂടി മറ്റേ വിറക് പെറുക്കാൻ എല്ലാ ദിവസവും വരവുണ്ട്. ഈ ടൈമിനാണ് അവർ വരവ്. അപ്പോൾ ഇന്നും അതേപോലെ വന്നതാണ്. വന്നു കഴിഞ്ഞപ്പോൾ ഇവിടെ വിറകും ഇതും പെറുക്കി കൊണ്ടുവന്നപ്പോൾ ഇവിടെ ഈ മുറിച്ച റബ്ബറിൻ്റെ അരിച്ചാലിൽ എവിടെയാണ് പുലി കടന്നതെന്നാണ് അവർ പറഞ്ഞത്. ആ പുലി ഈ ജാനകിനെ കടിച്ച് മാന്ത ചെയ്ത് നല്ല ഇവിടെ ഈ ആയത്തിൽ നല്ലൊരു 1 ഇഞ്ച് ആയത്തിൽ മുറിയായിട്ടുണ്ട്. പിന്നെ തലയിൽ നല്ല മുറിയായിട്ടുണ്ട്. പിന്നെ പുറത്ത് മാന്തിയിട്ടുണ്ട്. കഷ്ടിച്ച് ആ ജാനകി ആ വടി കയ്യിലൊരു വടി ഉണ്ടായിരുന്നു. ആ വടി കൊണ്ട് തല്ലിയപ്പോൾ പുലി ഓടി എന്നാണ് ഞങ്ങളോട് പറഞ്ഞത്. പുലിനെ ഞങ്ങൾ കണ്ടിട്ടില്ല. ഉപ്പള്ളി ഭാഗത്തേക്ക് നീങ്ങി എന്നാണ് പറഞ്ഞത്. 14-ാം വാർഡ് വഴിമൂച്ചിക്കൽ നഗർ പൂക്കോട്ടുംപാടം ഉപ്പുവള്ളി തുടങ്ങിയ പരിസര പ്രദേശങ്ങളിലുള്ളവർ അതീവ ജാഗ്രത പാലിക്കണമെന്ന് പഞ്ചായത്ത് അധികൃതരും വനം വകുപ്പും അറിയിച്ചു. സന്ധ്യയ്ക്ക് ശേഷവും പുലർച്ചെയും പുറത്തിറങ്ങുന്നത് പരമാവധി ഒഴിവാക്കുക. വീടിന് ചുറ്റുമുള്ള കാടുകൾ വെട്ടിത്തെളിക്കുകയും രാത്രികാലങ്ങളിൽ പുറത്ത് വെളിച്ചം ഉറപ്പുവരുത്തുകയും ചെയ്യുക. കുട്ടികളെയും വയോധികരെയും പ്രത്യേകം ശ്രദ്ധിക്കുക. വളർത്തുമൃഗങ്ങളെ സുരക്ഷിതമായ കൂടുകളിലേക്ക് മാറ്റുക. എന്തെങ്കിലും സംശയാസ്പദമായ സാഹചര്യങ്ങൾ ശ്രദ്ധയിൽപ്പെട്ടാൽ ഉടൻ തന്നെ വനം വകുപ്പ് ഉദ്യോഗസ്ഥരെയോ ജനപ്രതിനിധികളെയോ വിവരമറിയിക്കുക. KL 71 ന്യൂസ് പൂക്കോട്ടുംപാടം.